ഹായ്, ഇതാണ് മോനെ തക്കാളി ചട്നി. സാധാരണ ചട്നി ഒന്നില്ലെങ്കിൽ ദോശക്ക് അല്ലെങ്കിൽ ഇഡ്ഡലിക്ക്, ചോറിൻ്റെ കൂടെ, കഞ്ഞിയുടെ കൂടെ, കപ്പയുടെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റായ ചമ്മന്തിയാണ്. പാൻ ചൂടാകുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയും ഇട്ട് കൊടുക്കുക. അതിലേക്ക് 2 കാശ്മീർ മുളകും 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്ത് സോട്ടായി വരുമ്പോൾ അതിലേക്ക് സവാള ക്യൂബ്സ് ഇട്ട് കൊടുക്കണം. അതിലേക്ക് അല്പം വേപ്പില കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണം. ഒരുപാട് മൂത്ത് കൊണ്ട് ആവശ്യമില്ല, നമുക്ക് ഏകദേശം അതിൻ്റെ പച്ചപ്പ് പോയാൽ മതി. നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഉലുവയും ഉഴുന്നും കൂടി ഇട്ട് അല്പം ജീരകവും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതൊന്ന് സോട്ട് ചെയ്തെടുക്കുക. കടലപ്പരിപ്പും മുളക് പൊടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് മുളക് പൊടിയുടെ പച്ചപ്പ് മാത്രം മാറിയാൽ മതി, ഒരുപാട് മുരിയിച്ച് കളയണ്ട. അതിലേക്ക് ടൊമാറ്റോ അരിഞ്ഞിട്ട് കൊടുക്കുക. കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്ത് അതിനൊന്ന് നന്നായിട്ട് സോട്ട് ചെയ്യണം. സോട്ട് ചെയ്ത് കുറച്ച് വാളംപുളി വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെക്കുക. പുളി ആവശ്യമുള്ളവർ അതനുസരിച്ച് ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൂട്ടണം. നല്ല ഇളക്കി കഴിഞ്ഞാൽ വെള്ളമെല്ലാം പറ്റുന്നുണ്ട്, തക്കാളിയെല്ലാം ഉടഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആറുമ്പോൾ നമുക്ക് അടിച്ചെടുക്കാം. ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉള്ളി അരിഞ്ഞതും ഉണക്കമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതെല്ലാം കൂടി ഒന്ന് സോട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിലേക്ക് അല്പം മുളക് പൊടി കളറിന് വേണ്ടി മാത്രം ഒന്ന് ഇട്ട് കൊടുക്കുന്നതാണ്. എന്നിട്ട് നേരത്തെ നമ്മൾ അടിച്ചു വെച്ച ടൊമാറ്റോയുടെ മിശ്രിതം ഇട്ട് കൊടുക്കുക. അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുത്ത് അതൊന്ന് ഇളക്കി കൂട്ടി കഴിയുമ്പോൾ അതിലേക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കണം. കുറച്ച് കൊറിയാണ്ടർ ലീഫ് ഇട്ട് കൊടുക്കണം. കൊറിയാണ്ടർ ലീഫ് നേരത്തെ ഓൾറെഡി ഇട്ടുള്ളതാണ്, എന്നാലും ടേസ്റ്റിനും ഭംഗിക്കും വേണ്ടിയിട്ട് ആണ് കൊറിയാണ്ടർ ലീഫ് ഇട്ട് കൊടുക്കുന്നത്. അടിപൊളി ചമ്മന്തി നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയൊക്കെ ഒന്ന് പുരട്ടിയിട്ടുണ്ടല്ലോ, ദോശയൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. ചോറിന് ചമ്മന്തിക്ക് എന്തിൻ്റെ കൂടെ കഴിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 110ലധികം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.